പ്രഥമൻ ബാവയുടെ നിർദ്ദേശം അവഗണിച്ച് മെത്രാപ്പൊലീത്തമാർ രംഗത്തെത്തി. മലയക്കുരിശ് ദയാറാധിപൻ കുര്യാക്കോസ് മാർ ദിയസ്കോറസും ഇറമാടം ദയാറാധിപൻ ഗീവർഗീസ് മാർ അത്തനാസിയോസുമാണ് പരസ്യ പ്രസ്താവനകളുമായി രംഗത്തെത്തിയത്. പ്രശ്നം പരിഹരിക്കുന്നതിന് ശ്രേഷ്ഠ കാതോലിക്ക ബാവ സുന്നഹദോസ് വിളിക്കാത്ത പക്ഷം കൂടുതൽ മെത്രാപ്പൊലീത്തമാർ പ്രതിഷേധവുമായി എത്തുമെന്നും ഇരുവരും അറിയിച്ചു. ക്രിസ്തു ചിത്ര വിവാദത്തിൽ മാർ കൂറിലോസ് മെത്രാപ്പൊലീത്തയുടെ നടപടികൾ സുന്നഹദോസ് വിളിച്ചുകൂട്ടി ചർച്ച ചെയ്യണമെന്ന് കഴിഞ്ഞ ദിവസം കുര്യാക്കോസ് മാർ ദിയസ്കോറസ് മെത്രാപ്പൊലീത്ത ആവശ്യപ്പെട്ടിരുന്നു. എന്നാൽ ദിയസ്കോറസ് മെത്രാപ്പൊലീത്തയുടെ നിലപാട് അംഗീകരിക്കാനാവില്ലെന്നും മെത്രാപ്പൊലീത്തമാർ അടക്കം ആരെയും പ്രസ്താവനകൾ നടത്താൻ ചുമതലപ്പെടുത്തിയിട്ടില്ലെന്നും തോമസ് പ്രഥമൻ ബാവ കഴിഞ്ഞ ദിവസം രേഖാമൂലം അറിയിച്ചിരുന്നു. ഇതിനെതിരെയാണ് കുര്യാക്കോസ് മാർ ദിയസ്കോറസ് വീണ്ടും രംഗത്തെത്തിയത്. സാധാരണ വിശ്വാസികളായ ജനങ്ങളാണ് ഇതൊക്കെ പണിയുന്നത്. നാളെ ഞാനിവിടെ ഇരുന്നിട്ട് ഇതൊരു പാർട്ടി ആഫീസാക്കാനായിട്ട് ശ്രമിക്കരുത്. ഇത് യേശുക്രിസ്തുവിൻ്റെ സുവിശേഷത്തെ ലോകത്തെ അറിയിക്കുന്ന സ്ഥാനമായി മാറണം. അത് പാത്രിക്കാ സെൻ്ററായാലും അത് ഏതരമനയായാലും ആ വിധത്തിലല്ലാതെ ഇത് ഒരു രാഷ്ട്രീയ വൈരത്തോടുകൂടെ ഏതെങ്കിലും ഒരു രാഷ്ട്രീയ പാർട്ടിക്ക് പാർട്ടി ആഫീസായിട്ട് ക്രൈസ്തവ സമൂഹത്തിൽ യാക്കോബായ സഭയിൽ ആരെങ്കിലും പ്രവർത്തിച്ചാൽ അതിന് കൂട്ടുനിൽക്കുക എന്നത് എൻ്റെ ബാധ്യതയല്ല. ശക്തമായി അതിനെതിരെ നിൽക്കും. എൻ്റെ കർത്താവിനെ ഉയർത്തി ലോകത്തിന് കാണിക്കുവാൻ ഏതറ്റം വരെയും ഞാൻ പോകും. ഈ പ്രശ്നത്തിൽ യാക്കോബായ സഭയിലെ പിറമാടം ദയാറാധിപൻ ഗീവർഗീസ് മാർ അത്താനാസിയോസും കാതോലിക്ക ബാബയുടെ നിലപാടിനെതിരെ രംഗത്തെത്തി. ചിഗുരെ പോലെ കേവലം ഒരു മനുഷ്യനായി അദ്ദേഹം ക്രിസ്തുവിനെ കാണുന്നു. സഭയുടെ വിശ്വാസം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ അപ്രകാരമല്ല. നീ അല്ല, ക്രിസ്തുവിനെ സഭ കർത്താവും ദൈവമായിട്ട് കാണുന്നു എന്നതിന് തുല്യമാണ് ചെഗുവരെ അദ്ദേഹം കാണുന്നെങ്കിൽ അത് അതിലേറെ വലിയ തെറ്റാണെന്ന് എൻ്റെ അഭിപ്രായം. സഭാ വിശ്വാസത്തിനെതിരായിട്ട് പറയുന്നതായാൽ അഥവാ അതിനെ പിന്താങ്ങുന്നതായാൽ അവരും അതുപോലെ തന്നെ കൂറിലോസ് മെത്രാപ്പൊലീത്തയെ പോലെ തന്നെ വിശ്വാസ വിപരീതമാണ് പറയുന്നതെന്ന് വ്യക്തമാണ്. അത് അങ്ങനെ ചെയ്യുന്നവരെ സംബന്ധിച്ച് സഭ ഔദ്യോഗികമായിട്ട് തീരുമാനം എടുക്കേണ്ടതുമാണ്. റിപ്പോർട്ടർ, കൊച്ചി. അതിവേഗ റെയിൽ കോറിഡോർ പദ്ധതിയുമായി മുന്നോട്ടു പോകാൻ സർവകക്ഷി യോഗത്തിൽ ധാരണയായി. 1,18,000 കോടി രൂപ ചെലവ് വരുന്നതാണ് റെയിൽ കോറിഡോർ പദ്ധതി. പദ്ധതിയെക്കുറിച്ച് പഠിച്ച DMRCയുടെ റിപ്പോർട്ട് എല്ലാ കക്ഷി നേതാക്കൾക്കും നൽകാൻ മുഖ്യമന്ത്രി നിർദ്ദേശിച്ചു. 2020 പദ്ധതി പൂർത്തിയാക്കാൻ കഴിയുമെന്നാണ് സർക്കാരിന്റെ കണക്കുകൂട്ടൽ. പദ്ധതി യാഥാർത്ഥ്യമായാൽ തിരുവനന്തപുരം മംഗലാപുരം യാത്രാസമയം 2.5 മണിക്കൂറായി ചുരുങ്ങും. അതിവേഗ റെയിൽ കോറിഡോർ പദ്ധതിയുമായി മുന്നോട്ടു പോകാൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയുടെ അധ്യക്ഷതയിൽ ചേർന്ന സർവകക്ഷി യോഗത്തിൽ ധാരണയായി. തിരുവനന്തപുരം മുതൽ മംഗലാപുരം വരെയായിരിക്കും അതിവേഗ റെയിൽ ഇടനാഴി നിർമ്മിക്കുക. 1,18,000 കോടി രൂപയായിരിക്കും പദ്ധതിക്ക് വേണ്ടിവരുന്ന ആകെ ചിലവ്. എന്നാൽ പദ്ധതി നടപ്പിലാക്കിയാൽ സംസ്ഥാനത്തിന് സാമ്പത്തിക ബാധ്യത ഉണ്ടാകാനുള്ള സാധ്യതയുണ്ടെന്ന് സർവകക്ഷി യോഗത്തിൽ പങ്കെടുത്ത വിവിധ കക്ഷി നേതാക്കൾ അഭിപ്രായപ്പെട്ടു. പദ്ധതിയെക്കുറിച്ച് പഠിച്ച DMRCയുടെ റിപ്പോർട്ട് കക്ഷി നേതാക്കൾക്ക് നൽകാൻ